നമസ്കാരം. വാഹനപ്പെരുപ്പവും അതേ തുടർന്നുള്ള അന്തരീക്ഷ മലിനീകരണവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹി. മലിനീകരണം കുറയ്ക്കുന്നതിനാവശ്യമായ പല നടപടികളും സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നതാണ് വിലയിരുത്തലുകൾ. മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും അതും വായു മലിനീകരണത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായകരമാകുന്നില്ലെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാലപ്പഴക്കം ചെന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുക, ഇലക്ട്രിക് CNG വാഹനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പോലുള്ള നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റ് ഒരു പടി കൂടി കടന്ന് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു കുടുംബത്തിൽ വാങ്ങാൻ കഴിയുന്ന ഡീസൽ പെട്രോൾ വാഹനങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ഡൽഹി സർക്കാരിന്റെ അടുത്ത നീക്കം. മലിനീകരണം തടയുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള കരട് നിർദ്ദേശങ്ങളിലാണ് മേൽ സൂചിപ്പിച്ചതുപോലുള്ള തീരുമാനങ്ങൾ വരുന്നത്. ഒരു കുടുംബത്തിന് വാങ്ങാൻ കഴിയുന്ന പെട്രോൾ ഡീസൽ കാറുകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം മാത്രമല്ല, പെട്രോൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറുകൾ, ബൈക്കുകൾ എന്നിവയും പൂർണ്ണമായും നിരോധിക്കാനും ഡൽഹി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പ്രകാരം ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ ഒരു വീട്ടിൽ 2 എണ്ണം മാത്രമായി പരിമിതപ്പെടുത്തുമെന്നാണ് വിലയിരുത്തലുകൾ. കൂടാതെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകി അത്തരം വാഹനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഹൈബ്രിഡ് വാഹനങ്ങളുടെ വിലയിൽ 15% കുറവ് വരുന്ന രീതിയിൽ നികുതി ഇളവ് നൽകാനായിരിക്കും ഗവൺമെന്റ് തീരുമാനിക്കുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2027 ഏപ്രിൽ 1 നിരോധനങ്ങൾ നടപ്പിലാക്കാനും 2030 ഡൽഹിയിലെ മൊത്തം വാഹനങ്ങളിൽ 30% ഇലക്ട്രിക് ആക്കാനുമായാണ് ഗവൺമെന്റ് പദ്ധതിയിടുന്നത്. ഫോസിൽ ഇന്ധനത്തിൽ ഓടുന്ന കാറുകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം, ഇരുചക്ര വാഹനങ്ങളുടെ നിരോധനം കൂടാതെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇൻസെന്റീവ് എന്നിവ നൽകാനും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ഡൽഹിയിൽ 2024 വിറ്റഴിച്ച പെട്രോൾ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം 4.5 ലക്ഷമാണ്. 2022-23 വർഷങ്ങളിൽ വിറ്റഴിച്ചതിൽ 64% ഇരുചക്ര വാഹനങ്ങളാണ്. ഈ കണക്കുകൾ ഗവൺമെന്റിനെ ആശങ്കപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമാണ് നിരോധനം പോലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത്. ഫോസിൽ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുന്നതിനായി 1 ലിറ്റർ പെട്രോളിന് 50 പൈസ നിരക്കിൽ അധിക സെസ് ഏർപ്പെടുത്താനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. ദേശീയ തലസ്ഥാനത്തെ വായു മലിനീകരണം പരിഹരിക്കുന്നതിനായി പല വിധത്തിലുള്ള പദ്ധതികളാണ് സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായി കൃത്രിമ മഴയ്ക്കുള്ള ക്രൗഡ് സീഡിംഗ് ട്രയൽ നടത്താനുള്ള നിർദ്ദേശം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ പറയുന്നു. കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും അടുത്ത മാസം പരീക്ഷണാടിസ്ഥാനത്തിൽ മഴ പെയ്യിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൃത്രിമ മഴ പെയ്യിക്കാനുള്ള അധികാരം മന്ത്രിസഭ നൽകിയാലും സർക്കാരിന് മുന്നിൽ കടമ്പകൾ ഏറെയുണ്ട്. ക്ലൗഡ് സീഡിംഗ് നടത്താൻ മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള 12 ഏജൻസികളിൽ നിന്നും എതിർപ്പില്ലാ രേഖ, അതായത് NOC ലഭിക്കണം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, പ്രതിരോധ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, പരിസ്ഥിതി മന്ത്രാലയം, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.